നമസ്കാരം. ജമ്മു കാശ്മീരിലും അതേപോലെ ഹരിയാനയിലും നടന്ന ഇലക്ഷനിൽ ഒരു സ്ഥലത്ത് കോൺഗ്രസ് മുന്നണി വൻ വിജയം നേടി, മറുസ്ഥലത്ത് കോൺഗ്രസ് വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ദയനീയമായി കോൺഗ്രസ് പരാജയപ്പെട്ടു. അതെ, ഹരിയാനയിൽ കോൺഗ്രസ് വൻ വിജയം നേടുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറഞ്ഞത് 50 മുതൽ 60 സീറ്റ് വരെ ലഭിക്കുമെന്നാണ്. BJP തകരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ BJP തകർന്നില്ല, അവർ കുതിച്ചു ഉയർന്നു. എന്നാൽ കോൺഗ്രസോ തകർന്ന് തരിപ്പണമായില്ല. പക്ഷേ 35 ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന 36 സീറ്റിലെ മുന്നേറ്റമാണ്. അതേസമയത്ത് BJPക്ക് കിട്ടിയിരിക്കുന്നത് 48 സീറ്റിലെ മുന്നേറ്റമാണ്. ബാക്കിയുള്ള കക്ഷികൾക്കാണ് ബാക്കിയുള്ള സീറ്റുകളെല്ലാം കിട്ടിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണം എന്താണ്? അവിടെ വന്ന റിസൾട്ടുകളുടെ പൂർണ്ണത വന്നില്ലെങ്കിലും കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 25 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. വലിയ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഏകദേശം 6-7 സീറ്റിലാണ് അവർക്ക് 10,000-ൽ മേലെയുള്ള വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അവിടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് 1000-2000 വോട്ടുകൾക്കാണ് പിന്നിലായിട്ടുള്ളത്, BJPയേക്കാൾ പിന്നിലായിട്ടുള്ളത്. എന്നാൽ അതേപോലെ തന്നെ മൊത്തം എടുത്തു നോക്കുമ്പോൾ 25 മണ്ഡലങ്ങളിൽ ആം ആദ്മി കിട്ടിയ വോട്ടിനേക്കാളും താഴെയാണ് ഈ പരാജയത്തിന് കാരണമായ ഭൂരിപക്ഷമുള്ളത്. 1000, 2000, 3000 എല്ലാം എടുക്കുമ്പോൾ ഏകദേശം 25 മണ്ഡലങ്ങളിൽ ആം ആദ്മിയോട് കൂടെ നിന്നിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് അത്രയും സീറ്റ് കിട്ടുമായിരുന്നു. ഏകദേശം 25 സീറ്റ് എന്ന് പറയുമ്പം 61 സീറ്റ് വരെ കിട്ടും. ഇപ്പം 36 സീറ്റിലാണ് പിടിച്ചു നിൽക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പല സ്ഥലത്തും 500, 700, 800, 1000 എന്നൊക്കെയുള്ള രൂപത്തിലുണ്ട്. ഏകദേശം 12 മണ്ഡലങ്ങളിൽ 500-നും 1200-നും വോട്ടിനിടയിലുണ്ട്. അതിൽ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടത്? നേരത്തെ നമുക്കറിയാം, മധ്യപ്രദേശിലും രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഉണ്ടായുള്ള പരാജയം. നിയമസഭാ ഇലക്ഷന് എന്താണ് പരാജയത്തിന് കാരണം? ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുമെന്ന ഗെഹ്ലോട്ടിൻ്റെ അഹങ്കാരമായിരുന്നു കോൺഗ്രസിനെ നിലംപതിച്ചത്. ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ മധ്യപ്രദേശിൽ അഹങ്കാരത്തിൻ്റെ അങ്ങേ തലത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ കമൽനാഥ് പ്രവർത്തിച്ചത്. ഉറപ്പായിട്ടും ഭരണം പിടിക്കാൻ പോവുകയാണ് എന്ന നിലയിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ ചമഞ്ഞ് നടക്കാൻ തുടങ്ങി. SP-യുമായിട്ടുള്ള ഒരു ധാരണ പോലും ഇല്ലാതാക്കി. അവിടെ SP-ക്ക് വെറും 2-3 സീറ്റ് കൊടുത്താൽ അവർ എല്ലാത്തിനും കൂട്ടുകെട്ടിന് തയ്യാറാകുമായിരുന്നു. എന്നാൽ അതിനൊന്നും തയ്യാറായിട്ടില്ല. ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഉത്തർപ്രദേശിലടക്കം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്, ബീഹാറിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്, അതേപോലെ രാജസ്ഥാനിൽ തിരിച്ചടി നൽകാൻ കഴിഞ്ഞത്, ഹരിയാനയിൽ 10-ൽ 5 സീറ്റും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ പറ്റിയത്. ഈ പാഠങ്ങൾ മറന്ന് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും പരാജയം കോൺഗ്രസിനെ തകർക്കുമെന്ന് അറിഞ്ഞിട്ടും അവിടുത്തെ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഹരിയാനയിൽ 10 സീറ്റാണ് ആം ആദ്മി ചോദിച്ചിരുന്നത്. 10-ൽ 8 സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവർ തയ്യാറാകുമായിരുന്നു. 5 സീറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവസാനം നിലനിന്നിരുന്നത്. ആം ആദ്മിയാകട്ടെ ഇതേപോലെ തന്നെയാണ്. വട്ടപൂജ്യമാണ് അവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ, അമ്മായിമ്മേൻ്റെ കരച്ചിൽ കാണാലോ എന്ന് പറയുന്ന പോലെ, മരുമകളുടെ സന്തോഷത്തിന് കാരണം അമ്മായിമ്മേൻ്റെ കരച്ചിലാണല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ കിട്ടിയ സീറ്റെല്ലാം നഷ്ടപ്പെടാൻ കാരണം ആം ആദ്മിയുമായി ധാരണ ഉണ്ടാക്കാതെ അങ്ങനെ കിടന്ന് കളിച്ചത് കൊണ്ട് മാത്രമാണ്. നിർബന്ധമായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ കഴിഞ്ഞ കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കേണ്ട പാഠങ്ങൾ ഇവിടെ പഠിച്ചില്ല എന്നുള്ളതാണ്. 10 സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഭരണം കിട്ടുമായിരുന്നു. 61 സീറ്റ് മൊത്തം കിട്ടുമായിരുന്നു. അതിൽ 51 സീറ്റ് കോൺഗ്രസിന് മൊത്തമായി ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. ബാക്കി 10 സീറ്റ് അവർ കൊടുത്താൽ ആം ആദ്മി പൂർണ്ണമായി വിജയിക്കണം എന്നില്ലല്ലോ. അപ്പോൾ 51 മുതൽ 55 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റുകളാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയത്. ഇതുകൊണ്ട് കാരണം 1000, 500, 700, 1000 വോട്ടുകൾക്കൊക്കെ തോൽക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ 2000, 3000, 5000, 10000 വരെ വോട്ടുകൾ ആം ആദ്മി നേടി എന്നുള്ളതാണ് സത്യം. അതായത് എരന്ന് വാങ്ങുക. എത്ര പഠിച്ചാലും തല്ല് കൊണ്ടാലും നന്നാവില്ല അമ്മാവ എന്നുള്ള സ്ഥിതിയാണ്. ഇന്ത്യയിൽ BJP തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ പൂർണ്ണതയിലെത്തിക്കാൻ ഹരിയാനയുടെ ഇലക്ഷൻ കഴിയുമായിരുന്നു. വരാൻ പോകുന്ന മഹാരാഷ്ട്രയിലെയും അതേപോലെ ജാർഖണ്ഡിലെയും ഇലക്ഷൻ വരുമ്പോൾ ഈ 2 സ്റ്റേറ്റുകളും ജമ്മു കാശ്മീരും ഇവിടെയും പിടിച്ചെടുത്തിരുന്നെങ്കിൽ തീർച്ചയായും അത് BJPയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കുമായിരുന്നു. വലിയ വിള്ളലുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ BJPയുടെ സ്പ്ലിറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു.
എന്നാൽ അതിനെല്ലാം മറികടക്കാൻ ഇപ്പോൾ സഹായിച്ചത് ഹരിയാനയുടെ മിന്നുന്ന വിജയം തന്നെയാണ്. ഇപ്പോൾ കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോൾ 48 സീറ്റോടെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. ഭൂരിപക്ഷത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് BJP എന്നുള്ളതാണ്. അതൊരു 4-5 സീറ്റ് പിന്നോട്ട് വന്നാൽ ഇനിയും ഇലക്ഷൻ പൂർത്തിയാകാതെ നിൽക്കുകയാണ്. മെല്ലെയാണ് അവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആദ്യം രാവിലെ 65 സീറ്റുകളിൽ തന്നെ 66 സീറ്റുകളോളം ഭൂരിപക്ഷത്തിലേക്ക് മുന്നേറ്റം നടത്തിയിരുന്ന കോൺഗ്രസ് പെട്ടെന്നാണ് താഴേക്ക് പതിച്ചത്. 20 സീറ്റുകൾ താഴേക്ക് കുറഞ്ഞ് 40, 43, പിന്നീട് കുറഞ്ഞ് 30, 35, 34, 33 വരെ കുറഞ്ഞു. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം 65, 66 സീറ്റുകളിൽ മുന്നേറ്റം നടത്തിയിരുന്ന കോൺഗ്രസിന് എന്തുകൊണ്ടാണ് താഴേക്ക് പതിച്ചത്? ഇപ്പോൾ തന്നെ പല ചാനലുകളും EVM അട്ടിമറിയാണെന്ന് പറയുന്നുണ്ട്. EVM അട്ടിമറി എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഘട്ടത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ട ഇലക്ഷൻ്റെ എണ്ണൽ തുടങ്ങിയുള്ളൊരു ഘട്ടത്തിലാണ്. രാവിലെ തുടങ്ങിയ വോട്ടെണ്ണലാണല്ലോ, രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പാണല്ലോ. ആദ്യഘട്ടങ്ങളിൽ ഒരു അട്ടിമറിയും നടത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഉണ്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിലാണ് അട്ടിമറികൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പെട്ടെന്നുള്ള 20 സീറ്റുകൾ മറിയുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവ്യമല്ല. 66 സീറ്റുകളിൽ വരെ മുന്നേറിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സിന് ഒറ്റയടിക്ക് 36ലേക്ക് കുറയണമെങ്കിൽ, 30 സീറ്റ് കുറയണമെങ്കിൽ തീർച്ചയായും അട്ടിമറികളും നമുക്ക് സംശയിക്കാം. എന്തായാലും അട്ടിമറികളൊന്നും നടന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആം ആദ്മിയായി കൂടിയിരുന്നെങ്കിൽ തീർച്ചയായും കോൺഗ്രസ്സിന് അവിടെ ഭരണം പിടിച്ചെടുക്കാമായിരുന്നു, ഒറ്റയ്ക്ക് ഭരിക്കാമായിരുന്നു. കാരണം 55 സീറ്റോളം കോൺഗ്രസ് നേടിയിരുന്നെങ്കിൽ 10 സീറ്റിൽ ആം ആദ്മി കിട്ടിയാലും എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്? അവിടെ BJP ആകെ 10-20 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് കൃത്യമായി പ്രവർത്തിക്കേണ്ട നേതാക്കന്മാർ അഹങ്കാരം കൊണ്ട് നടക്കുകയാണ്. ഹുഡിന് ഇന്നേ വരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പഞ്ചാബ് ബോർഡറിൽ 5-6 സീറ്റുകളിലാണ് ആം ആദ്മി വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കിയത്. അതേപോലെ ഡൽഹി ബോർഡറിലാണ് ഒരു 3-4 സീറ്റുകളിൽ ഇതേപോലെ കുതിച്ചുകയറ്റം ഉണ്ടാക്കി. ഈ 10 സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും 55 സീറ്റ് 61-65 സീറ്റ് വരെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് നേടാമായിരുന്ന ഒരു സംഭവത്തെയാണ് ഇല്ലാതാക്കിയത് എന്ന് പറയാൻ പറ്റും. എന്തായാലും എരന്നു വാങ്ങിയ പരാജയം. ആം ആദ്മിയുമായി വിട്ടുവീഴ്ച പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഹരിയാനയിൽ വരുമായിരുന്നു. അതേസമയത്ത് ജമ്മു കാശ്മീരിൽ ഒറ്റക്കെട്ടായി നിന്നു അവർ വിജയിച്ചു. അവർക്ക് 52 സീറ്റ് വരെ, ഇപ്പോൾ 90 സീറ്റിൽ 52 സീറ്റ് വരെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നണിക്കുണ്ടായിട്ടുള്ള നേട്ടമെന്ന് വലിയ അഭിമാനത്തോടെ പറയാൻ പറ്റും. ഇതേപോലെ കൃത്യമായി പഴയ മാതിരി ഞങ്ങൾ വലിയ കക്ഷിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കിട്ടും എന്നൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനിയെങ്കിലും കൃത്യമായി പാഠം പഠിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ കോൺഗ്രസ് പഴയ നിലയിലേക്ക് കൂപ്പുകുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPക്ക് വിജയാഹ്ലാദം വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് കൂടി ഓർക്കണം. അവിടെ ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചാൽ BJP ഔട്ടാണ് എന്നുള്ള കാര്യം 100% സത്യമാണ്. നന്ദി, നമസ്കാരം.